അസ്സലാമു അലൈക്കും. അപ്പോളേ എന്താണ് ഉച്ചയ്ക്ക് ശേഷം ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങിപ്പോയിട്ടാണ്. നോക്കുമ്പോൾ സമയം 5 മണിയപ്പോൾ വേഗം നിസ്കരിച്ചങ്ങാണ്ട് വേഗം കിച്ചണിക്ക് വാഷ് മെഷീനിലുള്ളതൊന്നും ചെയ്തിലിട്ട് അതൊക്കെ അവിടെ കിടന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഉണക്കാനൊക്കെ ഇട്ടു. പിന്നെ ഇത് മീൻ മാന്തളട്ട കിട്ടിയത്, പിന്നെ അരി വെള്ളത്തിലിട്ടിരുന്നു. അപ്പോൾ ഇന്ന് ദോശയും മീൻകറിയും വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് കുറച്ച് ഞാൻ നമ്മൾ പൊന്നാങ്കണ്ണി ചീര ഉണ്ടല്ലോ അതും കറിവേപ്പിൻ്റെലും പൊട്ടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാട്ടോ. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് അമരയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ലോണം അമര, മാഷാ അല്ലാഹ്, നല്ലോണം അമര 5 തയ്യേ ഉള്ളൂ, പക്ഷെ നല്ലോണം അമര കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം. അങ്ങനെ പിന്നെ അതൊക്കെ പൊട്ടിച്ചു കൊടുന്ന് പിന്നെ ഞാൻ കുറച്ച് മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ ബാക്കി. അപ്പോൾ അതിലേക്ക് ഒരു സവാളയും കുറച്ച് ഇഞ്ചിയും കറിവേപ്പിൻ്റെലും പിന്നെ ഈ പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഇട്ടുകൊണ്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊക്കുവട ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ അതാന്ന് ബാക്കി ചക്ക മുറിച്ചതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടായിന്, അപ്പോൾ അതും കൂടി ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് വേഗം മീൻ കറി വെക്കുക കേട്ടോ. അപ്പോൾ അത് തേങ്ങ അരച്ച് വാർന്ന് പുളിയൊക്കെ പിഴിഞ്ഞ് കറി അവിടെ വെക്കട്ടെ. അപ്പോഴത്തേന് ഞാൻ മീൻ നന്നാക്കാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് അപ്പോഴത്തേന് മീൻ കറിയൊക്കെ ഏകദേശം തളമൊക്കെ വന്നു. പിന്നെ കുറച്ച് കായം തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കാന്ന്. അപ്പോൾ പിന്നെ അത്താഴത്തിനുള്ള അതും വേഗം കായം തേച്ച് വെച്ചാൽ അതും കഴിഞ്ഞു. പിന്നെ അത് കുറച്ച് മീൻ കറിക്ക് ഇടാനുള്ളൂ മാറ്റി വെച്ചിന് കേട്ടോ. അപ്പോൾ അങ്ങനെ കറിയൊക്കെ ഇട്ട് തൂമിച്ചൊക്കെ പറന്ന് കറിയൊക്കെ റെഡിയായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് വേഗം സമാമാണ് ജ്യൂസ്. അപ്പോൾ അതൊക്കെ അടിച്ച് വെച്ചു. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ സ്നാക്ക് കുറച്ച് ബാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിന്. അപ്പോൾ അതും പൊരിച്ചെടുക്കാണ്ട് അതിന് പിന്നെ അത് കുറച്ച് കൊക്കുവട ഉണ്ടല്ലോ, അപ്പോൾ അത് രണ്ടും മതി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ ഓരോന്നോരോന്നായിട്ട് ടേബിൾ മക്ക് സെറ്റാക്കി എടുത്തിട്ടോ. അപ്പോഴത്തേന് പിന്നെ അതാ വേഗം നേരത്തെ തന്നെ ചോറിനൊക്കെ തീമടണ്ടേ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ വെച്ചു. പിന്നെ അത് കുറേ പാത്രം മോറാണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് മോറി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ അത് ഞങ്ങൾ ബാങ്ക് കൊടുക്കാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. പിന്നെ അങ്ങനെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അത് വേഗം ചോറൊക്കെ ഇറക്കി വെച്ചങ്ങാണ്ട് അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തു. പിന്നെ അതാ പയറും അമരയും കൂടി ഉപ്പേരി ഉണ്ടാക്കാണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞ് പിന്നെ അത് അതിൻ്റെ ബർത്ത്ഡേൻ്റെ അന്നത്തെ വീഡിയോ കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ അത് അങ്ങനെ മാഷാ അല്ലാഹ് അങ്ങനെ ബർത്ത്ഡേ ഞാൻ പ്രതീക്ഷിക്കാതെ കേട്ടോ കേക്കൊക്കെ കൊണ്ടുവന്നത്. അങ്ങനെ പിന്നെ അത് ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞു. പിന്നെ അത് ഞങ്ങൾ വേഗം ദോശയും മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ കുറേ ദിവസത്തിൻ്റെ ശേഷം കഴിച്ചപ്പം. പിന്നെ ഞങ്ങളിങ്ങനെ ഒരു 10-11 സമയമായപ്പോൾ ഞങ്ങൾ ബീച്ചിക്ക് പോകാൻ വിചാരിച്ചിട്ടോ. ഇന്നലെ രസം കണ്ടപ്പോൾ ഇന്നും ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാങ്ങ ഉപ്പിലിട്ട് കാന്താരിയാണ് കേട്ടോ. അപ്പോൾ മോക്ക് അവൾ എന്തായാലും ഉറങ്ങുകയാണ്. അപ്പോൾ പിന്നെ അവളെ നീപ്പിച്ചില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. സമയം ഞങ്ങൾ റിട്ടേൺ വരുമ്പോൾ ഇതേപോലെ 4 മണിയാണ്. അപ്പോൾ അങ്ങനെ വേഗം അത്താഴം വെച്ചിങ്ങാണ്ട് ബാക്കി കിടന്നുറങ്ങാൻ വിചാരിച്ചിട്ടോ.